സുഹൃത്തുക്കളെ, എല്ലാവർക്കും സ്വാഗതം. സ്നേഹം, ദുരുപയോഗം, ഇത് രണ്ടും രണ്ടല്ലേ? രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന കാര്യങ്ങൾ. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മുടെ തലച്ചോറിന് ചിലപ്പോഴെങ്കിലും ഇവ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവാതെ പോകുന്നത്? ഈ ഒരു വിശകലനത്തിൽ ദുരുപയോഗം എങ്ങനെ സ്നേഹമായി തെറ്റിദ്ധരിക്കപ്പെടുന്നു എന്നതിന്റെ ഞെട്ടിക്കുന്ന മനഃശാസ്ത്രം നമുക്ക് ലളിതമായി മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പോ എന്തുകൊണ്ടാണ് ദുരുപയോഗം പോലും സ്നേഹം പോലെ തോന്നുന്നത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിനകത്ത് തന്നെയാണ് ഒളിഞ്ഞിരിക്കുന്നത്. അവിടെ നടക്കുന്ന ചില രാസപ്രവർത്തനങ്ങളാണ് സ്നേഹത്തെയും അപകടത്തെയും നമുക്ക് ഒരുപോലെ തോന്നിപ്പിക്കുന്നത്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഈ രഹസ്യം ചുരുളഴിക്കാൻ നമ്മൾ 3 പ്രധാനപ്പെട്ട കെമിക്കലുകളെ അല്ലെങ്കിൽ ഹോർമോണുകളെ ഒന്ന് പരിചയപ്പെടണം. ഈ 3 പേരാണ് ശരിക്കും നമ്മുടെ ബന്ധങ്ങളുടെയെല്ലാം പിന്നിലെ സൂത്രധാരന്മാർ. അതിൽ ആദ്യത്തെ ആളാണ് ഡോപ്പമൈൻ. ഏറ്റവും സിമ്പിളായി പറഞ്ഞാല്, നമുക്ക് സന്തോഷം തരുന്ന അല്ലെങ്കിൽ ഒരു പ്രതിഫലം കിട്ടാൻ പോകുന്നു എന്ന് തോന്നുമ്പോൾ നമ്മുടെ ബ്രെയിൻ റിലീസ് ചെയ്യുന്ന ഒരു കെമിക്കലാണത്. അത് ചിലപ്പോൾ ഒരു നോട്ടമാകാം, അല്ലെങ്കിൽ സ്നേഹത്തോടെയുള്ള ഒരു വാക്കാകാം. ഇനി കാര്യങ്ങള് രസകരമാവുന്നത് ഇവിടെയാണ്. ഒരു ഹെൽത്തി റിലേഷൻഷിപ്പില് സ്നേഹവും കെയറൊക്കെ കിട്ടുമ്പോൾ ഡോപ്പമൈൻ ഒരു സ്റ്റഡി ആയിട്ട് ഇങ്ങനെ നിലനിൽക്കും, ഒരു സമാധാനം ഉണ്ടാവും. പക്ഷെ ഒരു അബ്യൂസീവ് റിലേഷൻഷിപ്പിലോ അവിടെ സ്നേഹവും ക്രൂരതയും കലർന്നാണ് വരുന്നതല്ലേ. ഈ ഒരു പ്രവചിക്കാൻ പറ്റാത്ത അവസ്ഥ ഡോപ്പമൈൻ്റെ അളവ് പെട്ടെന്നങ്ങ് കൂട്ടും, ഒരു ഹൈ തരും. അതൊരു തരം അഡിക്ഷൻ പോലെയാണ്. ഇത് ശരിക്കും ഒരു കാസിനോയിലെ സ്ലോട്ട് മെഷീൻ പോലെയാണ്. ഓരോ തവണ വലിക്കുമ്പോഴും നമുക്ക് സമ്മാനം കിട്ടില്ല, പക്ഷേ എപ്പോഴും ഒന്ന് കിട്ടും. ആ ഒരു പ്രതീക്ഷ, ആ ഒരു അൺപ്രഡിക്റ്റബിലിറ്റി, അതാണ് നമ്മളെ വീണ്ടും വീണ്ടും ആ ലിവർ വലിപ്പിക്കുന്നത്. ഇതേ കെമിസ്ട്രി തന്നെയാണ് ഒരു ടോക്സിക് റിലേഷൻഷിപ്പില് ആളുകളെ പിടിച്ചു നിർത്തുന്നതും. ഓക്കെ, ഇനി രണ്ടാമത്തെ ഹോർമോണിലേക്ക് വരാം, ഓക്സിറ്റോസിൻ. ഇതിനെ നമ്മൾ ബോണ്ടിംഗ് ഹോർമോൺ എന്നൊക്കെ വിളിക്കും. സ്നേഹത്തോടെ ഒന്ന് തൊടുമ്പോഴോ കെട്ടിപ്പിടിക്കുമ്പോഴോ ഒക്കെയാണ് ഇത് റിലീസാവുന്നത്. ഇത് നമുക്കിടയിലൊരു വിശ്വാസവും സുരക്ഷിതത്വ ബോധവും ഒക്കെ ഉണ്ടാക്കും. പക്ഷേ ഈ നല്ല ഹോർമോണിനെ ഒരു ആയുധമാക്കാൻ ദുരുപയോഗം ചെയ്യുന്നവർക്ക് കഴിയും. എങ്ങനെയെന്നല്ലേ? ഒരു വലിയ വഴക്കിന് ശേഷം അവർ വന്ന് നമ്മളെ കെട്ടിപ്പിടിക്കുന്നു, സോറി പറയുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? ഓക്സിറ്റോസിൻ റിലീസാവും. അപ്പോൾ നമ്മുടെ തലച്ചോറ് വേദനയും ആശ്വാസവും തമ്മിൽ കണക്ട് ചെയ്യാൻ തുടങ്ങും. അതായത് നമ്മളെ വേദനിപ്പിക്കുന്ന അതേ ആൾ തന്നെയാണ് നമുക്ക് ആശ്വാസം തരുന്നതെന്നും നമ്മുടെ ശരീരം വിശ്വസിച്ചു തുടങ്ങും. ഭയങ്കരമായൊരു കെണിയാണിത്. ഇനി മൂന്നാമത്തെ ആൾ, കോർട്ടിസോൾ. സിമ്പിളായി പറഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ അലാം സിസ്റ്റം, സ്ട്രെസ് ഹോർമോൺ. ഒരു അപകടം വരുമ്പോൾ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡിലേക്ക് നമ്മളെ എത്തിക്കുന്നത് ഈ ആളാണ്. ഒരു നല്ല ബന്ധത്തിലാണെങ്കിൽ നമ്മുടെ പങ്കാളിയുടെ കൂടെ ഇരിക്കുമ്പോൾ ഈ കോർട്ടിസോളിന്റെ അളവ് കുറയും, നമുക്ക് നല്ല റിലാക്സ്ഡ് ആയി തോന്നും. പക്ഷെ ഒരു ദുരുപയോഗ ബന്ധത്തിലോ എപ്പോഴും ടെൻഷനും വഴക്കും കാരണം കോർട്ടിസോൾ ലെവൽ ഹൈ ആയിരിക്കും. ബോഡി എപ്പോഴും ഒരു സ്ട്രെസ്സിലായിരിക്കും. എന്നിട്ട് എപ്പോഴെങ്കിലും ആ വ്യക്തി കുറച്ച് സ്നേഹം കാണിക്കുമ്പോഴോ ആ കോർട്ടിസോൾ പെട്ടെന്ന് താഴേക്ക് വരും. ആ കിട്ടുന്നൊരു വലിയ റിലീഫില്ലേ, ആശ്വാസം, അതിനെയാണ് നമ്മൾ സ്നേഹം തിരിച്ചു വന്നു എന്ന് തെറ്റിദ്ധരിക്കുന്നത്. അപ്പോൾ നോക്കൂ, ഡോപ്പമൈൻ, ഓക്സിറ്റോസിൻ, കോർട്ടിസോൾ, ഈ 3 പേരും ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെയാണ് നമ്മൾ ട്രോമ ബോണ്ടിംഗ് എന്ന് പറയുന്ന വളരെ അപകടകരമായ ഒരു കെണിയിലേക്ക് വീഴുന്നത്. ഇതാണ് ആ ഫോർമുല. ഡോപ്പമൈനിന്റെ ആ പ്രവചിക്കാൻ പറ്റാത്ത ഹൈ, ഓക്സിറ്റോസിൻ കാരണം വേദനയും സ്നേഹവും ഒന്നാകുന്നത്, പിന്നെ കോർട്ടിസോളിന്റെ ആ വലിയ ഉയർച്ചയും താഴ്ചയും, ഇതെല്ലാം കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ശക്തമായ മാനസിക അടിമത്തം, അതിനെയാണ് നമ്മൾ ട്രോമ ബോണ്ടിംഗ് എന്ന് വിളിക്കുന്നത്. ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ, എല്ലാം നന്നായിരിക്കുമ്പോൾ അത് സ്വർഗം പോലെയാണെന്ന്. ആ ഒരു ഹൈ അല്ലെങ്കിൽ ആ സ്വർഗം തോന്നാൻ കാരണം അതിന് തൊട്ടു മുമ്പുണ്ടായ ആ ലോ അല്ലെങ്കിൽ ആ നരകമാണ്. ആ താഴ്ചകളില്ലാതെ അത്രയും വലിയ ഉയർച്ചകൾക്ക് നിലനിൽപ്പില്ല. അപ്പോ ഈ കെമിക്കൽ അഡിക്ഷൻ നമ്മുടെ തലച്ചോറിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നൊരു കാര്യമല്ല. നമ്മുടെ പെരുമാറ്റത്തിലും ഇതൊരു സൈക്കിൾ പോലെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. ഇതിന് പ്രധാനമായും 4 ഘട്ടങ്ങളുണ്ട്. ഒന്നാമത്തേത് ലവ് ബോംബിംഗ്. അതായത് തുടക്കത്തിൽ അമിതമായ സ്നേഹം തരും, നമ്മളെ ലോകത്തിലെ ഏറ്റവും സ്പെഷ്യൽ ആളായി തോന്നിപ്പിക്കും. പിന്നെ പതുക്കെ സ്റ്റേജ് 2ലേക്ക് മാറും, വിമർശനവും നിയന്ത്രണവും, നമ്മുടെ ഓരോ കാര്യത്തിലും ഇടപെടാൻ തുടങ്ങും. അതുകഴിഞ്ഞ് മൂന്നാമത്തെ സ്റ്റേജ്, പൊട്ടിത്തെറി. ഒരു വലിയ വഴക്കോ മാനസികമോ ശാരീരികമോ ആയ ഉപദ്രവമോ ഉണ്ടാവാം. അതിനുശേഷം 4ാമത്തെ സ്റ്റേജ്, അനുരഞ്ജനം. അവർ കരഞ്ഞ് മാപ്പ് പറയും, ഇനി ആവർത്തിക്കില്ലെന്ന് പറയും, സ്നേഹം കാണിക്കും. ഈ സൈക്കിൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ ആ ട്രോമ ബോണ്ട് കൂടുതൽ കൂടുതൽ മുറുകും. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇങ്ങനെയൊരു ബന്ധത്തിൽ നിന്ന് വെറുതെ ഇറങ്ങിപ്പോരാൻ അത്ര എളുപ്പമല്ല. അതൊരു വൈകാരികമായ തീരുമാനം മാത്രമല്ല, അതൊരു ബയോകെമിക്കൽ വിത്ഡ്രോവൽ കൂടിയാണ്. ഒരു ലഹരിയിൽ നിന്ന് പുറത്തു വരുന്നത് പോലെ ബുദ്ധിമുട്ടാണത്. അപ്പോ എങ്ങനെയാണ് നമ്മൾ യഥാർത്ഥ സ്നേഹത്തെ ഈ കെണിയിൽ നിന്ന് തിരിച്ചറിയാം? എന്താണ് വ്യത്യാസം? നമുക്ക് നോക്കാം. യഥാർത്ഥ സ്നേഹം എപ്പോഴും ഒരു സ്ഥിരത തരും,
ഒരു സ്റ്റെബിലിറ്റി. പക്ഷെ ഒരു ട്രോമ ബോണ്ട് എപ്പോഴും അലങ്കോലപ്പെട്ട ഒരു കേറ്റിറക്കം നിറഞ്ഞ ഒന്നായിരിക്കും. യഥാർത്ഥ സ്നേഹം നമ്മുടെ നെർവസ് സിസ്റ്റത്തെ ശാന്തമാക്കുമ്പോൾ ട്രോമ ബോണ്ട് എപ്പോഴും നമ്മളെ ഒരു മുൾമുനയിൽ നിർത്തും, അസ്വസ്ഥരാക്കും. സ്നേഹം നമുക്ക് സ്വാതന്ത്ര്യം തരും, എന്നാൽ ട്രോമ ബോണ്ട് നമ്മളെ നിയന്ത്രിക്കാൻ ശ്രമിക്കും. ഈയൊരു താരതമ്യം ഓർത്തുവയ്ക്കുന്നത് നല്ലതാണ്. സ്നേഹം ഒരു ക്ലിയർ സിഗ്നൽ പോലെയാണ്, പക്ഷേ ദുരുപയോഗം ആ സിഗ്നലിനെ കുറേ നോയ്സ് ഇട്ട് നശിപ്പിക്കും. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന് ചിലപ്പോൾ ഈ വ്യത്യാസം പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല എന്നതാണ് ഏറ്റവും വലിയ ദുരന്തം. ഇത്തരം കെണികളെക്കുറിച്ച് അറിയുക, ബോധവാന്മാരാവുക, അതുതന്നെയാണ് ഇതിൽ നിന്നുള്ള ഏറ്റവും വലിയ പ്രതിരോധം. മനുഷ്യബന്ധങ്ങളുടെയും മനഃശാസ്ത്രത്തിന്റെയും ഇത്തരം സങ്കീർണമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഈ വിശകലനം നിങ്ങൾക്ക് സഹായകമായെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോ ഈയൊരു ചോദ്യം ഞാൻ നിങ്ങൾക്കായി വിടുന്നു. സ്നേഹം ഒരു വ്യക്തമായ സിഗ്നലാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്ന എന്തെങ്കിലും അസ്വസ്ഥതകളോ നോയ്സോ ഉണ്ടോ? സ്വയം ചോദിക്കാൻ, ചിന്തിക്കാൻ ഈ ചോദ്യം നിങ്ങളെ സഹായിക്കട്ടെ.